ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വാക്സിനേഷൻ എന്നുള്ള ടോപ്പിക്കായിട്ടാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഏതൊക്കെ വാക്സിനേഷനാണ്, എപ്പോഴൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ. പക്ഷേ റിലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്, എന്തിനാണ് എന്നുള്ളത്. എന്തിനാണെന്നുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മൃഗങ്ങൾക്ക് അസുഖം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാക്സിൻ എടുക്കണമെന്ന്. പക്ഷേ ചില വാക്സിനുകൾ മൃഗങ്ങളിൽ നിന്ന് നമുക്ക് അസുഖം വരാണ്ടിരിക്കാൻ കൂടിയിട്ട് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അതിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് റാബീസ് മാത്രമല്ല, എലിപ്പനിക്കൊക്കെ ഉള്ള വാക്സിൻ ഉണ്ട്. അതും നമ്മൾ എടുക്കുന്നത് മൃഗങ്ങളിൽ നിന്ന് നമുക്കും കൂടെ അസുഖം വരാണ്ടിരിക്കാനാണ്. ഓഫ്കോഴ്സ് അവർക്ക് അസുഖം വരാണ്ടിരിക്കാൻ തന്നെയാണ്, പക്ഷെ എങ്കിലും കൂടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന വാക്സിനാണ് നേരത്തെ പറഞ്ഞ പോലെ ആൻറ്റി റാബീസ്. പക്ഷെ അതല്ല ആദ്യം ഒരു പട്ടിക്കാണെന്ന് പൂച്ചയ്ക്കാണെങ്കിലും എടുക്കേണ്ട വാക്സിൻ. ഇപ്പോൾ പട്ടിയുടെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ആദ്യം ചെയ്യേണ്ട വാക്സിൻ എന്ന് പറഞ്ഞത് മൾട്ടി കമ്പണൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്സിനാണ്. മൾട്ടി കമ്പണൻറ്റ് എന്ന് വെച്ചാൽ തന്നെ ഒന്നിൽ കൂടുതൽ കമ്പണൻസ് ഉള്ള വാക്സിൻ. അപ്പോൾ ഈ മൾട്ടി കമ്പണൻറ്റ് വാക്സിൻസ് തന്നെ 6-in-1, 7-in-1, 9-in-1 എന്ന് പറഞ്ഞിട്ട് കുറേ വാക്സിൻസ് ഉണ്ട്. അതിലേക്ക് പോകുന്നതിന് മുന്നേ എന്താണ് ഈ കമ്പണൻസ് എന്ന് നമുക്ക് നോക്കാം. കമ്പണൻസ് തന്നെ 2 തരമുണ്ട്. ഒന്ന് കോർ അല്ലെങ്കിൽ എസെൻഷ്യൽ കമ്പണൻസ്, അതല്ലെങ്കിൽ നോൺ കോർ അല്ലെങ്കിൽ ഓപ്ഷണൽ കമ്പണൻസ്. എസെൻഷ്യൽ കമ്പണൻസിൽ വരുന്നത് മെയിനായിട്ട് 3 അസുഖങ്ങളാണ്. അതിൽ ആദ്യത്തേത് കനൈൻ പാർവോ വൈറസ്, പിന്നെ കനൈൻ ഡിസ്റ്റംബർ, ഇൻഫെക്ഷ്യസ് കനൈൻ ഹെപ്പറ്റൈറ്റിസ്. ഈ 3 അസുഖങ്ങൾക്കും ലോകത്ത് എവിടെയും നമ്മൾ വാക്സിൻ എടുക്കും. പിന്നെ അതുകൊണ്ടാണ് ഇതിന് എസെൻഷ്യൽ അല്ലെങ്കിൽ കോർ വാക്സിൻസ് എന്ന് പറഞ്ഞത്, അതായത് ഏറ്റവും അത്യാവശ്യമുള്ളത്. പിന്നെയുള്ള അത് നോൺ കോർ അല്ലെങ്കിൽ ഓപ്ഷണൽ കമ്പണൻസ് ആണ്. അതിൽ വരുന്നത് ലെപ്റ്റോസ്പൈറ, പാരാ ഇൻഫ്ലുവൻസ, കൊറോണ, ബോർഡറ്റല എന്നിങ്ങനെ റീജിയണൽ ഡിഫറൻസ് അനുസരിച്ചിട്ട്. അതായത് ഏതെങ്കിലും ഒരു അസുഖം ഒരു ഏരിയയിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട് വെച്ചാൽ അതിനെതിരെ വാക്സിൻ. അങ്ങനെ ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം നോക്കുകയാണെന്ന് വെച്ചാൽ എലിപ്പനിയൊക്കെ നല്ല കോമൺ ആണ് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് ലെപ്റ്റോസ്പൈറ ആ കമ്പണൻറ്റ് എന്തായാലും അതിലത്തെ വാക്സിനിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ വാക്സിനിൽ നമ്മൾ റാബീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടേ ഇല്ല. റാബീസ് എന്തായാലും എല്ലായിടത്തും കൊടുക്കേണ്ടതാണ്. അത് ഇന്ന സ്ഥലത്ത് നിന്നില്ല, ഇന്ന റീജിയണിലില്ല, ലോകത്ത് എല്ലായിടത്തും എല്ലാ കോണ്ടിനെൻറ്റിലും തന്നെ കൊടുക്കണ ഒരു വാക്സിനാണ് റാബീസ്. കാരണം റാബീസ് റിപ്പോർട്ട് ചെയ്യാത്ത ആകെ ഒരു രാജ്യം മാത്രമേ ഉള്ളൂ, ന്യൂസിലൻഡ്. ഇറാഡിക്കേറ്റ് ചെയ്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ എന്നാലും നമ്മളിപ്പോൾ പോളിയോ ഇറാഡിക്കേറ്റ് ചെയ്താലും പോളിയോയുടെ വാക്സിൻ കൊടുക്കുന്നുണ്ടല്ലോ, അതേപോലെ അവിടെയും കൊടുത്തു വരുന്നുണ്ട്. സോ റാബീസ് ഇതിൽ ഇൻക്ലൂഡഡേ അല്ല. ഇത് ബാക്കിയുള്ള അസുഖങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്ന വാക്സിനാണ് ഈ മൾട്ടി കമ്പണൻറ്റ് വാക്സിൻ. ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ പട്ടിയുടെ കാര്യത്തിലാണ് കേട്ടോ. പൂച്ചയുടെ കാര്യത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്ത ചോദ്യം എപ്പോൾ കൊടുക്കണം എന്നുള്ളതാണ്. നമ്മൾ മൾട്ടി കമ്പണൻറ്റ് വാക്സിൻ കൊടുത്തു തുടങ്ങേണ്ടത് ഒരു പട്ടിക്കുഞ്ഞ് ജനിച്ചിട്ട് 6 ആഴ്ച കഴിയുമ്പോഴാണ്, അതായത് 1.5 മാസത്തിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് 1 മാസം ഗ്യാപ്പിൽ അതിൻ്റെ ബൂസ്റ്റർ വാക്സിനേഷനും കൊടുക്കണം. അതുപോലെ ആൻറ്റി റാബീസ് കൊടുക്കേണ്ടത് പട്ടിക്കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടുള്ള 8ാമത്തെ ആഴ്ചയാണ്, അതായത് 2 മാസം ആകുമ്പോൾ. പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് അതിൻ്റെ ബൂസ്റ്റർ വാക്സിൻ. അങ്ങനെ ജനിച്ച കൊല്ലത്തിൽ 4 വാക്സിൻസ് ഉണ്ടാവും. വാക്സിൻസ് എന്ന് വെച്ചാൽ 2 വാക്സിനും 2 ബൂസ്റ്റർ വാക്സിനേഷനും. അതായത് 1.5 മാസത്തിലും 2.5 മാസത്തിലും മൾട്ടി കമ്പണൻറ്റ് വാക്സിനും, പിന്നെ 2 മാസത്തിലും 3ാമത്തെ മാസത്തിലും ആൻറ്റി റാബീസ് വാക്സിനും. ഈ വാക്സിനേഷൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ എല്ലാ വർഷവും ആൻറ്റി റാബീസും മൾട്ടി കമ്പണൻറ്റും ബൂസ്റ്റർ കൊടുക്കണം. അപ്പോൾ അഡൾട്ട് വാക്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതായത് ആദ്യത്തെ കൊല്ലം 4 വാക്സിൻ എടുത്തതിന് ശേഷം എല്ലാ വർഷവും ഓരോ വാക്സിൻ ബൂസ്റ്റേഴ്സ് വെച്ചിട്ട് എടുക്കണം. അതായത് മൾട്ടി കമ്പണൻറ്റും എടുക്കണം, റാബീസ് എടുക്കണം. നമ്മൾ റാബീസിൻ്റെ കാര്യം എപ്പോഴും ഓർക്കും, പക്ഷെ മൾട്ടി കമ്പണൻ്റെ കാര്യം മിക്കപ്പോഴും നമ്മൾ വിട്ടു പോകാറുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രഗ്നൻസിയുടെ സമയത്ത്, അതായത് ഗർഭം ഉണ്ടായിരിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ വാക്സിൻസ് പ്രിഫർ ചെയ്യില്ല. നമ്മൾ ബ്രീഡിങ്ങിന് അയക്കുന്നതിന് മുന്നേ ഈ വാക്സിൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് അയക്കുക. ഗർഭിണി ആയിരിക്കുമ്പോൾ മാത്രമല്ല, പാൽ കൂട്ടുന്ന സമയത്ത്, അതായത് ലാക്ടേറ്റ് ചെയ്യുന്ന സമയത്തും കൂടെ നമ്മൾ ഈ വാക്സിൻസ് ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതിനുള്ള കാര്യങ്ങളും ഞാൻ പറയാം. ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കുഞ്ഞു കുട്ടികൾക്ക് പപ്സിന് വാക്സിൻ 4 പ്രാവശ്യം കൊടുക്കണമെന്ന് പറഞ്ഞു. അതായത് 4 പ്രാവശ്യം പോട്ടെ, 2 പ്രാവശ്യം, ഒരു വാക്സിനും ഒരു ബൂസ്റ്റർ. ഒരുപാട് പേർക്ക് ഇപ്പോൾ സംശയം തോന്നിക്കാണും, നമ്മൾ എന്തിനാണ് അഡൾട്ട് വാക്സിനേഷനൊക്കെ നമ്മൾ 1 പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മൾ ഈ കുഞ്ഞ് പപ്സിന് എന്തിനാണ് നമ്മൾ 2 പ്രാവശ്യം വാക്സിൻ ചെയ്യണത്? അതായത് വാക്സിനും പിന്നെ ഒരു ബൂസ്റ്റർ വാക്സിനും കൊടുക്കുന്നുണ്ടല്ലോ, അത് മൾട്ടി കമ്പണൻ്റെ കാര്യത്തിലാണെങ്കിലും അതെ, റാബീസിൻ്റെ കാര്യത്തിലായാലും നമ്മൾ 2 വാക്സിൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെന്തിനാന്നുള്ളത്,
അത് മനസ്സിലാവണം ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ വാക്സിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ട് വെച്ചാൽ നമുക്ക് ഇതറിയാനും കുറച്ച് സിമ്പിളാണ്. ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. ഒരുപാട് പേർക്കൊക്കെ അറിയുന്നുണ്ടാവും എങ്ങനെയാണ് വാക്സിൻ വർക്ക് ചെയ്യണമെന്ന്. നമുക്കൊരു അസുഖം വരുമ്പോൾ നമ്മുടെ ശരീരം തിരിച്ച് ആൻറ്റിബോഡീസ് ഉണ്ടാക്കും. അപ്പോൾ നമുക്കൊരു അസുഖം വരുമ്പോൾ അത് ആൻറ്റിജനും നമ്മുടെ ശരീരം ഉണ്ടാക്കുന്ന, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ ഈ ആൻറ്റിബോഡി എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ വാക്സിൻ വഴി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അസുഖം ഉണ്ടാക്കാൻ കഴിയാത്ത, എന്നാൽ ആ അസുഖത്തിൻ്റെ കുറച്ചും കൂടെ വീക്കർ വേർഷനായിട്ടുള്ള ഒരു ആൻറ്റിജനെയാണ് നമ്മൾ ശരീരത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ ശരീരം ഒരു അസുഖം വന്നു എന്നുള്ള നിലയിൽ തന്നെ ഈ ആൻറ്റിബോഡീസ് ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇനി പിന്നെ അസുഖം വരുന്ന സമയത്ത് അതിനെ ചെറുക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും നമ്മുടെ ശരീരത്തിന്. ഇതാണ് ഈ വാക്സിൻ്റെ എന്താ പറയുക, ഒരു മെക്കാനിസം ഓഫ് ആക്ഷൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. സോ നമുക്കപ്പോൾ ഈ കുട്ടിയാവുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ പറയാറുണ്ട്, നമ്മൾ ആദ്യത്തെ മുലപ്പാൽ തന്നെ കൊടുക്കണം, അമ്മയുടെ മുലപ്പാൽ തന്നെ കുടിക്കണം. അത് ഏതൊരു സസ്തനിയിലും, അത് ഡോഗ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഡോഗാണെങ്കിൽ കാറ്റ്, അങ്ങനെ മുലയൂട്ടി വളർത്തുന്ന എല്ലാ ജീവികൾക്കും അമ്മയുടെ കയ്യിൽ തന്നെ ഒരുപാട് ആൻറ്റിബോഡീസ് ആ കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ആൻറ്റിബോഡീസ് നമ്മൾ ആദ്യത്തെ വാക്സിൻ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഈ വാക്സിൻ കൊടുക്കുന്ന സമയത്തുള്ള ആ ആൻറ്റിജനെ ന്യൂട്രലൈസ് ചെയ്തു പോകും ഈ ആൻറ്റിബോഡീസ് എല്ലാം കൂടിയിട്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ പ്രതിരോധം അവിടെ കൂടുന്നുണ്ടാവില്ല എന്നല്ല, കൂടിയാൽ തന്നെ ഒരു അസുഖത്തിനെ ചെറുക്കാൻ മാത്രം ഉള്ള രീതിയിൽ അത് കൂടില്ല. അപ്പോൾ അത് നമ്മൾ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൂസ്റ്റർ വാക്സിനും കൂടെ കൊടുക്കുന്നത്. ഇനി ബൂസ്റ്റർ വാക്സിൻ മാത്രം കൊടുത്താൽ പോരെ എന്ന് ചോദിച്ചിട്ടുണ്ട് വെച്ചാൽ, നമ്മൾ ഈ ബൂസ്റ്റർ വാക്സിൻ ഒന്ന് കൊടുക്കുന്നത് 2.5 മാസത്തിലും ഒന്ന് കൊടുക്കുന്നത് 3 മാസത്തിലുമാണ്. അപ്പോൾ ആ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, അതായത് ഈ 2.5 മുതൽ 3 മാസം വരെ ഈ കുഞ്ഞിന് ഇൻ കേസ് വേറെ അസുഖം വരികയാണ്, അല്ലെങ്കിൽ അമ്മയുടെ നിന്ന് ആൻറ്റിബോഡീസ് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കിട്ടിയിട്ടില്ല എന്നുണ്ട് വെച്ചാൽ അത് നമ്മൾ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആദ്യം ഒരു വാക്സിനും പിന്നെ അതിന് ശേഷം ബൂസ്റ്റർ വാക്സിനും കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലിയർ ആവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നും കൂടെ ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് വെച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞത് ഒന്നും കൂടെ ഒന്ന് കേട്ട് നോക്കിയാൽ മതി. ഇനി ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ ചെറിയ രീതിയിൽ പനി, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനൊരു മടി, പിന്നെ ഈ വാക്സിൻ ചെയ്ത് കൊടുത്ത് ചെറിയ തടുപ്പ് ഒക്കെ കാണാം. സോ അതൊക്കെ ഭയങ്കര കോമൺ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ വയറിളക്കം, അല്ലെങ്കിൽ വോമിറ്റിങ്, അല്ലെങ്കിൽ ശ്വാസം കിട്ടാത്ത മാതിരി കളിക്കുക, അങ്ങനെയൊക്കെയാണ് വെച്ചാൽ നിങ്ങൾ ഉടനെ തന്നെ അടുത്തുള്ള വെറ്റിനറിയനെ കാണേണ്ടതാണ്. അതായത് ചിലപ്പോൾ ഈ വാക്സിൻ എന്തെങ്കിലും അലർജിക് റിയാക്ഷൻ ട്രിഗർ ചെയ്ത് കാണും. അപ്പോൾ നമ്മൾ വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം ഹോസ്പിറ്റൽ പരിസരത്തു നിന്ന് പോകുന്നതായിരിക്കും നല്ലത്. അത് അങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും എമർജൻസി ഉണ്ട് വെച്ചാൽ അപ്പം തന്നെ നമുക്ക് വെറ്റിനറിയനെ കാണാമല്ലോ. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഇനി നെക്സ്റ്റ് വാക്സിൻ എടുക്കേണ്ട കാര്യം കൂടെ വെറ്റിനറിയനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതെന്നല്ല, ഈ ഗർഭിണികൾക്കും അല്ലെങ്കിൽ മുലയൂട്ടുന്ന പട്ടികൾക്കും വാക്സിൻ കൊടുക്കരുതെന്ന്. അതിൻ്റെ കാരണം ഞാനിപ്പോൾ പറഞ്ഞതാണ്. അതായത് ചിലപ്പോൾ ചെറിയ പനിയും അങ്ങനെ ഭക്ഷണം എടുക്കാവുകയും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓൾറെഡി നമ്മൾ എക്സ്ട്രാ സ്ട്രെസ്സിലായിരിക്കും. അത് മീൻസ് ഗർഭിണി ആയിരിക്കുന്ന സമയത്താണെങ്കിലും അതെ, അല്ലെങ്കിൽ പാല് കൊടുക്കുന്ന സമയത്താണെങ്കിലും ഓൾറെഡി ബോഡിയൊക്കെ കുറച്ച് എക്സ്ട്രാ സ്ട്രെസ്സിലായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ഈ പനിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് വെച്ചാൽ കൂടുതൽ ബുദ്ധിമുട്ടാവും. ഇനി നമുക്ക് നോക്കേണ്ടത് വാക്സിനേഷൻ ഫെയിലിയേഴ്സിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ ഈ വാക്സിനേഷൻസ് എല്ലാം തന്നെ നമ്മൾ റെഫ്രിജറേഷൻ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഒരു മേജർ ഫെയിലിയർ ഉണ്ടാവാനുള്ള ചാൻസ് ഈ റെഫ്രിജറേഷൻ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാത്ത സമയത്താണ്. ഈ റെഫ്രിജറേഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഫ്രിഡ്ജിൽ വയ്ക്കുന്ന ടെമ്പറേച്ചർ 2 to 8 ഡിഗ്രി സെൽഷ്യസ്. അതിൽ ഒരു ചെറിയ വ്യത്യാസം വന്നാലും കുഴപ്പമില്ല അങ്ങനെ. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചിലപ്പോൾ പോകുന്ന ഹോസ്പിറ്റലിൽ ഈ വാക്സിൻ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. നിങ്ങൾ അപ്പുറത്തെ മെഡിക്കൽ ഷോപ്പിൽ നിന്നായിരിക്കും വാങ്ങിച്ചിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ചുമ്മാ വാക്സിൻ മാത്രം വാങ്ങിച്ച് വരാണ്ട് ഒന്നെങ്കിൽ ഫ്ലാസ്കിൽ കുറച്ച് ഐസ് ഇട്ടിട്ടോ, അല്ലെങ്കിൽ അവരുടെ അടുത്ത് തന്നെ ഐസ് തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തരും. മിക്ക മെഡിക്കൽ ഷോപ്പുകാരും ഐസ് ഇട്ടിട്ട് തന്നെയാണ് വാക്സിൻ തരാറ്. എങ്കിലും ഞാൻ അതൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അതായത് ബൂസ്റ്റർ വാക്സിനേഷൻ നമ്മൾ ഒഴിവാക്കുന്നത്. നമ്മൾ ആദ്യം ഒരു വാക്സിൻ കൊടുത്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി മതി ഇത് എന്നുള്ള രീതിയിൽ ഒരിക്കലും നിൽക്കരുത്. അതും പ്രത്യേകിച്ച് പട്ടിക്കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എന്തായാലും ബൂസ്റ്റർ വാക്സിനേഷൻ കൊടുക്കണം.
പിന്നെ അതുപോലെ അഡൾട്ട് വാക്സിൻ കണ്ടിന്യൂ ചെയ്ത് പോവും വേണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ഡോഗ് വാക്സിൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തത്. ഇതിൽ എങ്ങനെ ഈ വാക്സിൻ ആക്ട് ചെയ്യുന്നു എന്നുള്ളതും പിന്നെ ഈ വാക്സിനേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് പനി അതൊക്കെ പറഞ്ഞതും പിന്നെ ഈ വാക്സിനേഷൻ ഫെയിലിയറും എല്ലാ ആനിമൽസിലും, അതിപ്പോൾ ഒരു ഡോഗ് വാക്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ ആനിമൽസിലും കോമൺ ആണ്. ഇനി നമുക്ക് കാറ്റ് വാക്സിൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഡോഗ് വാക്സിന് കൊടുക്കണ പോലെ തന്നെ ഒരു മൾട്ടി കമ്പണൻറ്റ് വാക്സിൻ കാറ്റ്സിനും ഉണ്ട്. അത് പക്ഷേ കോർ ഡിസീസസിനെ മാത്രം പ്രതിരോധിക്കുന്ന രീതിയിലുള്ള വാക്സിനെ ഇപ്പോൾ ഇന്ത്യയിൽ ഇറങ്ങുന്നുള്ളൂ. അത് 3 അസുഖങ്ങളാണ്. ഒന്ന് ഫെലൈൻ കാൽസി വൈറസ്, ഒന്ന് ഫെലൈൻ ഹെർപ്പിസ് വൈറസ്. ഹെർപ്പിസ് വൈറസ് ആണ് റൈനോട്രക്കിയൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അസുഖം ഉണ്ടാക്കുന്നത്. പിന്നെ ഫെലൈൻ പാർവോ വൈറസ്, അത് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഫെലൈൻ പാൻലുക്കോപീനിയ. അത് കുറച്ച് കോമൺ ആണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഈ 3 കോർ ഡിസീസസിന് എതിരായിട്ട് മാത്രമേ നമുക്ക് ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ വാക്സിൻ ഉള്ളൂ. പിന്നെ ഓപ്ഷണൽ ഡിസീസസ് കാറ്റ്സിലുള്ളത് ഒന്ന് ഫെലൈൻ ലുക്കീമിയയും ഒന്ന് ഫെലൈൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസാണ്. പക്ഷേ ഇതിനെതിരായിട്ടുള്ള വാക്സിൻ ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഡോഗ് വാക്സിൻസിനെയും കാറ്റ് വാക്സിൻസിനെയും കുറിച്ച് പറയാനുള്ളത്. ഇനി ബാക്കി ഫാം ആനിമൽ വാക്സിൻസിനെ കുറിച്ചുള്ളൊരു വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചാനലിൽ. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറയാമാതിരി തന്നെ ഒന്നെങ്കിൽ ഇൻസ്റ്റാ ഹാൻഡിൽ അല്ലെങ്കിൽ FB ഹാൻഡിൽ അല്ലെങ്കിൽ ഇതിന് താഴെ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതേപോലത്തെ വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് വെച്ചാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക. നിങ്ങൾക്ക് ഇതേപോലത്തെ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ള സുഹൃത്തുക്കളോ മറ്റ് ബന്ധുക്കളോ ഉണ്ട് വെച്ചാൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.